സ്വാശ്രയ ഫീസ് വർധനയ്ക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊല്ലത്തും സംഘർഷം. നിയമസഭ തടസ്സപ്പെട്ടു. സമരക്കാരുമായി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയം. സ്വാശ്രയ ഫീസ് വർധന കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. തുഷാർ വെള്ളാപ്പള്ളിയെ NDA കൺവീനറാക്കി. NDA കേരള ഘടകം പുനഃസംഘടിപ്പിച്ചു. കുമ്മനം രാജശേഖരൻ ചെയർമാൻ, രാജീവ് ചന്ദ്രശേഖരൻ MP വൈസ് ചെയർമാനാകും. ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും തീരുമാനം. നിയമസഭയിൽ VS അച്യുതാനന്ദന് മുറി അനുവദിച്ചു. സർക്കാർ നടപടി നിയമസഭയിൽ അർഹമായ സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി VS സ്പീക്കർക്ക് കത്തയച്ചതോടെ മുറി അനുവദിച്ച കാര്യം സ്പീക്കർ VSനെ അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരായ കവയിത്രി സുഗതകുമാരിയുടെ പരാമർശത്തിൽ വിവാദം അവസാനിക്കുന്നില്ല. താൻ പറഞ്ഞത് വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് സുഗതകുമാരി വിശദീകരിച്ചെങ്കിലും നവമാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രമാതീതമായ കുടിയേറ്റം വൻ സാംസ്കാരിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന രീതിയിലുള്ള സുഗതകുമാരിയുടെ പ്രസ്താവന ഒരു പത്രത്തിൽ വന്നതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. അന്നു മുതൽ തുടങ്ങിയ പ്രതികരണങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. നവമാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണം സാംസ്കാരിക പ്രവർത്തകരും ഏറ്റെടുത്തു. മലയാളികൾക്കിടയിലെ പൊതുബോധമാണ് സുഗതകുമാരി പ്രകടിപ്പിച്ചതെന്നാണ് ദലിത് ചിന്തകനായ AS അജിത് കുമാറിന്റെ അഭിപ്രായം. മലയാളികളുടെ ഇടയിൽ പൊതുവെ ഇത്തരൊരു ബോധം ഇവർക്കെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികൾക്കെതിരായിട്ട്. അപ്പോൾ അതിനെ കാണാതെ നമുക്ക് പ്രശ്നം തൊഴിലാളികളോടും ഈ കീഴ്ജാതിപ്പെട്ടവരൊക്കെ ആയിരിക്കും കൂടുതൽ. ദളിതരായിട്ടുള്ളവരോ മുസ്ലിങ്ങളൊക്കെ ആയിരിക്കും ബംഗാളിൽ നിന്നൊക്കെ വരുന്നത്, ബംഗാളിൽ നിന്ന് ഓറിയയിൽ നിന്നൊക്കെ വരും. അപ്പോൾ അവരോടാണ് ശരിക്കും പ്രശ്നം. സുഗതകുമാരി ടീച്ചർ എന്ന ബിംബം സൃഷ്ടിച്ച എല്ലാ സ്വീകാര്യതയ്ക്കും വിരുദ്ധമാണ് പരാമർശമെന്ന് ഇടതു സാംസ്കാരിക പ്രവർത്തകയായ PS ശ്രീകല പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളീയരാണിപ്പോൾ. അവർ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തും വിഭവ സമ്പത്തും ഉപയോഗിച്ച് ജീവിക്കുന്നു. ഒപ്പം അവരുടെ ശേഷി ഈ കേരള സമൂഹത്തിന്റെ വികാസത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകളെ ആ അർത്ഥത്തിൽ വിശാലമായി അത്തരത്തിലൊരു മനസ്സോടെ കാണേണ്ടതിനു പകരം ഈ വിധത്തിൽ സങ്കുചിതമായി ടീച്ചർ ഒരു തരത്തിലും അത്തരത്തിലൊരു സമീപനം പുലർത്തുന്ന ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ടീച്ചറിൻ്റെ രണ്ടാമത്തെ തിരുത്തലാണ്, അത് വിശ്വസിക്കാനാണ് എനിക്ക് വ്യക്തിപരമായി താല്പര്യം. ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാവാം, അല്ല എങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാവാം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളുടെ അവസ്ഥയിലാണ് കേരളത്തിൽ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രസ്താവനയെ പരോക്ഷമായി വിമർശിച്ചു. തന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നുവെന്ന വിശദീകരണവുമായി സുഗതകുമാരി രംഗത്തെത്തിയെങ്കിലും നവമാധ്യമങ്ങളിലെ പ്രതികരണം ഇപ്പോഴും തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തിലേക്കുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുത്തൊഴുക്ക് നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന സാംസ്കാരിക തനിമയെ അലോസരപ്പെടുത്തുന്നുണ്ടോ, മലിനമാക്കുന്നുണ്ടോ? കേരളത്തിന്റെ സാമൂഹിക പരിസരത്തെ അത് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ടോ? സുഗതകുമാരി നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. എന്നോടൊപ്പമുള്ളത് സാംസ്കാരിക വിമർശകൻ ശ്രീ KN കുഞ്ഞാമതി ചർച്ചയുടെ ഭാഗമായി എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. എഴുത്തുകാരൻ ശ്രീ KL മോഹനവർമ്മ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയമുണ്ട്. എഴുത്തുകാരി സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീമതി AG ഒലീന ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. സേവാ യൂണിയന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീമതി സോണിയ ജോർജ് ടെലഫോണിലും ഉണ്ടാകും. ശ്രീ KN, ജന്മഭൂമി ഓണപ്പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലീലാ മേനോനും സുഗതകുമാരിയും തമ്മിൽ നടത്തിയിട്ടുള്ള ആത്മഭാഷണം, സംഭാഷണത്തിലാണ് ഈ വിവാദമായ പരാമർശങ്ങളുണ്ട്. രാത്രി മഴയുടെ നിലയ്ക്കാത്ത സിംഫണി, അതിൽ സുഗതകുമാരി ടീച്ചർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് കാൽപ്പനിക ഭാവുകത്വത്തോട് സത്യത്തെയും സൗന്ദര്യത്തെയും ഒരുപോലെ സാക്ഷാത്കരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവയത്രി. ലീലാ മേനോൻ പത്രപ്രവർത്തനത്തിലൂടെ 4 പതിറ്റാണ്ടായി സ്വന്തമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വം. കേരളം ആദരിക്കുന്ന 2 സ്ത്രീ വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇവർ തമ്മിലുള്ള ഹൃദയ ഭാഷണത്തിനിടയിലാണ് കേരളത്തിലേക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അപകടകരമാം വിധം നമ്മുടെ സാംസ്കാരിക തനിമയെ മലിനപ്പെടുത്തുന്നുണ്ടെന്നും അവർ
പലതരത്തിലുള്ള മാഫിയകൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് മാഫിയകൾ, ക്രിമിനലുകൾ ഇവർ ഇവിടേക്ക് കുടിയേറി പാർക്കുന്നുണ്ടെന്നും ഇത് നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്നും സുഗതകുമാരി ടീച്ചർ പറഞ്ഞതായി ജന്മഭൂമിയിൽ വന്നിരിക്കുന്നു. അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ടീച്ചറുടെ ഒരു തിരുത്ത് 2 ദിവസത്തിന് ശേഷം മാതൃഭൂമി ദിനപത്രത്തിൽ വന്നു. ഇതെൻ്റെ ഭാഷയല്ല എന്നായിരുന്നു എൻ്റെ തലക്കെട്ട്. താങ്കളത് വായിച്ചു കാണും ശ്രീ കെ. ടീച്ചറുടെ ഭാഷയല്ല എന്ന് നമുക്ക് അംഗീകരിക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇത് എത്രത്തോളം ഗൗരവത്തോടുകയാണ് ശ്രീ കെ താങ്കൾ കാണുന്നത്? അല്ല, ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 5 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് പുലാമന്തോളിലെ പാലൂരിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായൊരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അത് 5 കൊല്ലം മുമ്പ് ആസാമിലെ ഗുലാഘട്ടിൽ നിന്നും വന്ന ഒരു കുടുംബം, അവർ കേരളത്തിൽ ജീവിച്ചു. ആ കുടുംബത്തിൻ്റെ മൂത്ത കുട്ടി ഹിമാദ്രി മാജി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി പാലൂരെ ALP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി, പിന്നീട് അവിടെ പഠിച്ചു. ആ കുട്ടിക്കാണ് പന്മന രാമേന്ദ്രൻ നായർ മലയാള ഭാഷയ്ക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം. ആ പുരസ്കാരം നൽകാനുള്ള ഒരു അപൂർവ അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് വിതിൻ കോട്ട് ഞാൻ കാണുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മലയാളം കൈയക്ഷരം, ഏറ്റവും നല്ല വായന, ഏറ്റവും നല്ല കവിതാലാപനം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസാംകാരിയായ ഹിമാദ്രി മാജിക്ക് അവിടെ വെച്ച് സ്വീകരണം നൽകിയത്. അപ്പോൾ 1941 വൈലോപ്പിള്ളി ആസാം പണിക്കാർ എന്നുള്ള കവിത എഴുതുന്നത്. അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി കേരള പണിക്കാർ എന്ന് പറഞ്ഞിട്ട് ഹിമാദ്രി മാജിമാരുടെ തലമുറ ഒരു പുതിയ കവിത എഴുതും. അത് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ തനിമക്ക് തിളക്കം നൽകും. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ തനിമ എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ തയ്യാറാക്കപ്പെട്ട ചില വാർപ്പ് മാതൃകളുടെ ആകെത്തുകയാണെന്നാണ്. കസവുമുണ്ട്, അതുപോലെ തന്നെ വാഴയില, പൂക്കുല, ഇതൊക്കെ കൂടി ചേർന്നാൽ തനിമയായെന്നും അതിലൊന്നും കൂടാനും പാടില്ല, അതിലൊന്നും കുറയാനും പാടില്ല എന്ന ഒരു തരത്തിലുള്ള അടച്ചുപൂട്ടി സമീപനമാണ് നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സ്വീകരിക്കുന്നത്. ഈ അടച്ചുപൂട്ടി സമീപനം നമ്മൾ അവസാനിപ്പിക്കണം. എന്നിട്ട് സംസ്കാരം എന്ന് പറയുന്നത് കൊടുക്കലും വാങ്ങലും കൂടിച്ചേരലും സമന്വയത്തിൻ്റെ ഒരു സംഗീതമാണത്. കലർപ്പാണ് സത്യത്തിൽ സംസ്കാരത്തിൻ്റെ കരുത്തും കാന്തിയും. ഈ മൗലികമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളാണ് കേരളത്തനിമയെക്കുറിച്ചുള്ള സമീപനങ്ങളിൽ രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ചർച്ചയ്ക്ക് അടിസ്ഥാനമായ പ്രശ്നം സത്യത്തിൽ എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് സുഗതകുമാരി ടീച്ചറെ പോലുള്ള ഒരു കവിയൊക്കെ അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലത്തെയാണ് കിനാവ് കാണേണ്ടത്. അതുകൊണ്ട് എവിടുന്നൊക്കെ കൂടുതൽ ആളുകൾ വരുന്നുവോ അവരെയൊക്കെ ആശ്ലേഷിക്കാൻ, അവരുടെ സാധ്യതകൾ തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കാൻ, പരിമിതികൾ തീർച്ചയായിട്ടും നമുക്കറിയാം, മലയാളികൾക്കും മറ്റ് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും പരിമിതികളുണ്ടാവും. ആ പരിമിതികളെ അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കാണാനും ഒക്കെയാണ് നമുക്ക് കഴിയേണ്ടത്. അതായത് മുമ്പ് EMS 48 കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. മലയാളം സംസാരിക്കാത്ത എത്രയോ മനുഷ്യരുടെ മാതൃഭൂമിയായിട്ട് കേരളം മാറിയിരിക്കുന്നു. നമ്മുടെ പാടത്ത് അവരുടെ വിയർപ്പും കണ്ണീരും ഉറ്റി വീണിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ നടക്കുന്ന റോഡും ഒക്കെ അവരുടെ വിയർപ്പ് വീണതാണ്. അവരുടേത് കൂടിയാണ് ഇന്ന് കേരളം. ആ അർത്ഥത്തിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്, അവരെ അഭിവാദ്യം ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം മുൻവിധികൾ രൂപപ്പെടുത്തുന്ന തനിമയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ഗുരുതരമായ തെറ്റിദ്ധാരണകളിലേക്ക് നമ്മെ നയിക്കുന്ന, ഒരുപക്ഷെ ലോകത്തിൻ്റെ പലയിടങ്ങളിലും അപരവിദ്വേഷം രൂപപ്പെടാൻ ഇടയാക്കിയത് ഇതുപോലുള്ള ചില മുൻവിധികളാണ്. അത് നമ്മൾ വളരെ ഒരുപക്ഷെ നമ്മൾ നിഷ്കളങ്കമായിട്ട് പറയുമായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഭാഗമല്ല, നിലനിൽക്കുന്ന സാമാന്യബോധത്തിൻ്റെ സൃഷ്ടിയാണിത്. സാമാന്യബോധത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോഴാണ് അവർ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശ്രീ KL മോഹനവർമ്മ, ശ്രീ KN കുഞ്ഞഹമ്മദ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം മനോഹരമായ കാവ്യഭാഷയിൽ തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു. ശ്രീ KL മോഹനവർമ്മ, അത് എൻ്റെ ഭാഷയല്ല എന്ന് പറഞ്ഞ സുഗതകുമാരി ടീച്ചർ മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയിട്ടുള്ള തിരുത്താണിത്. താങ്കൾ വായിച്ചു കാണുമല്ലോ. അതിൽ ടീച്ചർ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് പറയുന്നത്, ഈ വരുന്നവർക്ക് തിരിച്ചറിയൽ രേഖകളുണ്ടോ? എത്ര ക്രിമിനലിനും ഏത് ക്രിമിനലിനും ഒളിച്ചു പാർക്കേണ്ടവനും ഇങ്ങോട്ട് പോന്നാൽ പോരെ? മയക്കുമരുന്ന് ഉപഭോഗം ഇത്രയേറെ വ്യാപകമായതിന് ഈ ക്രമാതീതമായ കൂട്ടവരവും ഒരു കാരണമല്ലേ?
ക്രൈം റേറ്റ് വർദ്ധിക്കുന്നു എന്ന് കാണുന്നു. കുറ്റവാളിയെ നാം എങ്ങനെ തിരിച്ചറിയും? ജിഷ കേസിൽ നാം ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാട്ടിലെ വൻ പണക്കാരും കോൺട്രാക്ടർമാരും ദാരിദ്ര്യം ചൂഷണം ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളെ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു നിയന്ത്രണം വേണം. ഇതാണ് ടീച്ചറുടെ നിലപാട്. ശ്രീ KL മോഹൻ വർമ്മ, അന്യൻ്റെ ഭാഷ മറുഭാഷകളെല്ലാം ഒരു സംഗീതം പോലെ ആസ്വദിക്കാനുള്ള ഭാവുകത്വം സുഗതകുമാരി ടീച്ചറിനെ പോലുള്ള കവിയത്രിക്ക് ഉണ്ടാകണമെന്ന് ശ്രീ KN പറയുമ്പോഴും ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അപകടകരമായ സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് മുഴുവൻ വായിച്ചോ? ആദ്യം വായിക്കൂ. സുഗതകുമാരി ടീച്ചർ കേൾക്കൂ. സുഗതകുമാരി ടീച്ചർ അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ മാത്രമല്ല, അനുഭവത്തിൻ്റെയും പൊതുവെയുള്ള കലാപരമായ ശക്തിയിലൂടെ കാണാനുള്ള കഴിവുണ്ട്. അവർ തീർച്ചയായിട്ടും അവരുടെ രീതിയിൽ ശരി. ഇപ്പം നമുക്ക് ഇതിലെ 2-3 വാചകങ്ങൾ മാത്രം എടുത്ത് അതിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അർത്ഥങ്ങളും കൊണ്ടുവരാം. ഓർത്തുകൊള്ളുക, മീഡിയയുടെ പ്രധാനപ്പെട്ട ജോലി ടോട്ടാലിറ്റിയെ കാണണം. ആ ടോട്ടാലിറ്റിക്ക് പിന്നിലുള്ള ശക്തിയെ കാണണം. ഇതിലെ വാക്കുകളെടുത്ത് നമുക്ക് തീർച്ചയായിട്ടും മറിയാം. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഈ ബീഹാർ, അസം, ഒറീസ ഭാഗത്തു നിന്നുള്ള തൊഴിലാളികൾ ധാരാളം വരുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്, തൊഴിലാളികളാണ് വരുന്നത്. ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരാണ്, മുകളിലല്ല. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഇതുപോലെ പോയിരുന്നത് ബീഹാറിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു. ബീഹാറിൽ നിന്ന് പോയവരാണ് വെസ്റ്റ് ഇൻഡീസ് ഭാഗത്തൊക്കെ തുടങ്ങി നമ്മുടെ ഈ പല പല ആൾക്കാർ, നോബൽ പ്രൈസ് ജേതാവ് പോലും അവിടെ നിന്ന് ഉണ്ടാകുകയുണ്ടായി. അതിനുശേഷം ഇതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പോയവരാണ് മലേഷ്യയിലും ബാക്കിയുള്ളിടത്തുമൊക്കെ വന്നത്. ഇതൊക്കെ തൊഴിലാളികളായിരുന്നു. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, എല്ലാം പോയത് തമിഴ് തൊഴിലാളികളുണ്ടായിരുന്നു, ബീഹാർ ആ ഭാഗത്തു നിന്നുള്ള ഹിന്ദി തൊഴിലാളികളുണ്ടായിരുന്നു. ഇത് തൊഴിലാളികളായിരുന്നു. മലയാളികൾ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. മറ്റാരേക്കാളും കൂടുതൽ അറിയാം. 1955 മുതൽ ഞാൻ ഉത്തരേന്ത്യയിൽ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഉത്തരേന്ത്യയിലെ ഉൾനാടൻ നഗരങ്ങളിലും ചുറ്റുപാടുകളിലും ജീവിച്ച ആളാണ്. അവിടെ വന്നയാളാണ്. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മദ്രാസി ലോക് ഈ കാല ലോക്യോ ആഹാരായ എന്തിനാണ് ഇവർ വരുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു അവിടുത്തെ ആൾക്കാർ നമ്മളെല്ലാം കണ്ടിരുന്നത്. ഞാൻ ഡൽഹിയിലെയോ ബോംബെയിലെയോ കൽക്കട്ടയിലെയോ മലയാളികളെക്കുറിച്ചല്ല പറയുന്നത്. സാധാരണ ഹിന്ദി മാത്രം പറയേണ്ടി വരുന്ന, ഇംഗ്ലീഷൊന്നും അറിയാൻ മേലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ജനതയുടെ അടുത്ത് ഒരു അക്ഷരാഭ്യാസമായിട്ടാണ് നമ്മൾ ചെന്നത്. ഒരു 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരു മലയാളി ആ കൂട്ടത്തിൽ ചെന്നിരുന്നില്ല. അപ്പോഴെന്താണെന്ന് വെച്ചാൽ അവിടെ വേറൊരു തരത്തിലുള്ള നമുക്കൊരു പോക്കറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇതെല്ലാം കൂടെ ചേർന്നാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു നമ്മുടെ ഈ ഇന്നത്തെ പരിസ്ഥിതിയിൽ എന്താ വെച്ചാൽ ഇന്നിവിടെ നമ്മുടെ ഈ വരുന്ന തൊഴിലാളികളെല്ലാം നമ്മളെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്. ഇത് വേറൊരു ആസ്പെക്റ്റാണ്. ഈ പറഞ്ഞ പോലെ സംസ്കാരത്തിൻ്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മിക്സിംഗ് ഉണ്ടല്ലോ, ഇത് വളർന്നു വരില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പശ്ചാത്തലങ്ങൾ എവിടെയാണെങ്കിലും കള്ളന്മാരും നല്ലവരും ഉണ്ടാവും. എവിടെയാണെങ്കിലും അത് എത്ര പണക്കാരനാണെങ്കിലും എത്ര പഠിത്തമുള്ളവനാണോ കള്ളൻ കാണും, അതൊക്കെ കാണും. അതിനെ എടുത്തുകൊണ്ട് ഒരു സമൂഹത്തിനെ അങ്ങനെ ഇല്ല എന്ന് പറയാൻ ഒക്കില്ല. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ കാര്യം പറഞ്ഞു. ഭാഷ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ വർത്തമാനം പറയുന്നതിൽ എന്തിനാ നമ്മുടെ ഈ TV ചാനലിൻ്റെ പേര് തന്നെ മീഡിയ എന്നല്ലേ. ഇതൊക്കെ ഇംഗ്ലീഷും മറ്റുള്ള പല ഭാഷകളും ചേർന്ന് നമ്മുടെ മലയാളം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ആ രീതിയിലല്ല കാണേണ്ടത്. ടീച്ചർ കണ്ടതെന്താ? ടീച്ചറിൻ്റെ ആ കവി സങ്കല്പത്തിലൂടെ, ടീച്ചറിൻ്റെ അനുഭവത്തിലൂടെ, ടീച്ചറിന് ഒരുപാട് കാര്യങ്ങളിൽ നേരിട്ടുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വന്ന ആശയങ്ങളാണ്. അതവർ പറഞ്ഞു. അതിൽ നിന്ന് 1-2 വാചകം എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആരുടെ പ്രസംഗത്തിലും ആര് പറയുന്നതിലും വാചകം എടുത്ത് താങ്കൾ എന്നെക്കാളും അറിവും അനുഭവവും പരിജ്ഞാനവുമുള്ള വ്യക്തിയാണ്. ദയവായി ഞാനിത് മുഴുവൻ വായിച്ചതാണ്. താങ്കളും ഇത് മുഴുവനും വായിച്ചിരിക്കുമല്ലോ. ഒരുപക്ഷെ ഈ ചർച്ച കാണുന്ന പലരും ഇത് മുഴുവനും വായിച്ചിരിക്കും. ഒരു വാചകവും അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ പരത്തി ഈ ചർച്ചയെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കാർക്കുമില്ല. ശ്രീ KL മോഹൻ വർമ്മ, എൻ്റെ ലളിതമായ ചോദ്യം, നിർമ്മാണ മേഖലയിലല്ലാതെ പിന്നെ എന്ത് തൊഴിലാണ് പ്രധാനമായും ഇവർക്ക്? ശരിയായിരിക്കാം. താങ്കൾ പറഞ്ഞു നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ, ഒരുപക്ഷെ മോശം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളുണ്ടാവും. കേരളത്തിൽ ഇന്ന് 10 പേരിലെടുത്താൽ അതിൽ ഒരാൾ ഇതര സംസ്ഥാനക്കാരനാണ്. അങ്ങനെ അവർ വന്നാൽ അവരുടെ സമ്പർക്കം കൊണ്ട് മലിനമാക്കപ്പെടുന്ന ഒരു സാംസ്കാരിക തനിമയാണോ നമുക്കുള്ളത്? അവരുടെ സംസർഗം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു സാംസ്കാരിക തനിമയാണോ നമ്മുടേത്? അവരിവിടെ വന്നതുകൊണ്ട് കേരളത്തിലെ ക്രൈം റേറ്റ് കൂടുമെന്ന് പറയുന്നത് ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? എന്ത് ഔചിത്യമാണ് അതിലുള്ളത്? അതല്ല, അതായത് അവരുടെ
ആ രീതിയുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഈ പറഞ്ഞ എന്താണ് കെട്ടിട നിർമ്മാണ മേഖലയെ മാത്രമല്ല അവർ, എനിക്ക് കൊച്ചിയിലെ എല്ലാ പരിചയക്കാരായ എല്ലാ ഈ ബീഹാറി അസാമീസ് തൊഴിലാളികൾ ധാരാളം പേരുണ്ട്. ഇവിടുത്തെ മിക്കവാറും എല്ലാ ഉന്തുവണ്ടിക്കാർ, ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നവർ, സാധാരണ എല്ലാ താഴത്തെ ജോലികളെല്ലാം ചെയ്യുന്നൊക്കെ ഇവരാണ്. ഏത് ഹോട്ടലിൽ ചെന്നാലും അവിടെ ചെന്ന് നോക്കിയോളൂ. നമുക്കിപ്പോൾ പഴംപൊരി എന്ന് ഒരാളെ കൊണ്ട് പറയാം, ഒരു പഴംപൊരി തരാൻ പറയാൻ നോക്കില്ല, അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ബനാന റോസ്റ്റ് എന്നേ പറയുള്ളൂ. ഇവിടെ എറണാകുളത്ത് ചെന്ന് ഏത് ഹോട്ടലിൽ ചെന്ന് പഴംപൊരി ഓർഡർ ചെയ്താലും കിട്ടൂല ബനാന റോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇല്ല അവർക്ക്. ഓർത്തോണം, ഇതൊക്കെ വളരെ നമ്മൾ കാണുന്നത് ഇവിടെ സാധാരണ ജോലികളെല്ലാം ചെയ്യുന്നത് എല്ലാം ഇതുപോലെ വെളിയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ്. ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം. ഇതിൽ സ്വാഭാവികമായിട്ടും കുറേ അപകടങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു അവരുടെ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് നമ്മുടെ രീതി. ഇതുമായിട്ട് ഒന്നു ചേരാനായിട്ടുള്ള വിഷമം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അല്ലാതെ ഇതിനെ നമ്മൾ ഭയപ്പെടാനോ അല്ലെ ഇങ്ങനെയുള്ള ഇവരെ സുകുമാരി ടീച്ചർ ഇവർ വന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാം കൂടെ അന്തരീക്ഷം വളരെ മോശമായെന്നൊന്നും ഞാൻ പറയാൻ സമ്മതിക്കില്ല. അത് ശരിയല്ല. അവരിവിടെ കൂടെ അവരിലും നല്ലവരുണ്ട്, വളരെ കൂടുതൽ നല്ലവരുണ്ട്. നമ്മളെക്കാളും കൂടുതൽ പല കാര്യങ്ങളും അടിസ്ഥാനപരമായ അറിവുള്ളവരുണ്ട്, കോമൺ സെൻസ് ഉള്ളവരുണ്ട്, കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇത്. നമ്മൾക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അതിലൊരു തെറ്റൊന്നുമില്ല. ഇപ്പം ടീച്ചർ ഇങ്ങനെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ടീച്ചർ ഇതിനെ ഒരു ഭീകരമായ രീതിയിൽ കാട്ടി എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, അത് ടീച്ചർ പറഞ്ഞുകൊണ്ടാണ് അതിന് വലിയൊരു ഇത് കിട്ടുന്നത്. സാധാരണ ആരെങ്കിലും പറയുന്ന ടീച്ചർ ഞാൻ ഒന്നുകൂടി താങ്കൾക്ക് ഞാൻ വ്യക്തമാക്കുകയാണ്. ഇത് വ്യക്തിപരമായി ശ്രീമതി സുഗതകുമാരി ടീച്ചർക്കോ അല്ലെങ്കിൽ ആ അഭിമുഖത്തിൽ അല്ലെങ്കിൽ ആ സംഭാഷണത്തിന്റെ മറുഭാഗത്തിരുന്ന ശ്രീമതി ലീല മേനോനോ എതിരായി വ്യക്തിപരമായ ഒരു പരാമർശമായി താങ്കൾ ദയവായി ഈ ചർച്ചയിൽ കാണരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ശ്രീമതി എ ജി ഒലീന, കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ ക്രമാതീതമായ കുടിയേറ്റം. സാംസ്കാരികമായി വൻ ദുരന്തത്തിലേക്കാണ് ഇത് കേരളത്തെ കൊണ്ടു ചെന്നെത്തിക്കുക എന്ന് ശ്രീ കെ എൽ മോഹൻ വർമ്മ പറഞ്ഞ മാതിരി അത് സുഗതകുമാരി ടീച്ചർ പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയായി എന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനം ഈ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഇത്രയും വലിയ വിശാലമായ ധാരണയുള്ള, ഇത്ര വലിയ അനുഭവ പരിജ്ഞാനമുള്ള, ഇത്രയധികം ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ സംഭാഷണങ്ങൾക്കിടയിൽ അവർ സ്വരൂപിച്ചെടുത്ത ബോധം ഇതാണെങ്കിൽ ഇത് കേരളത്തിലെ ശരാശരിക്കാരൻ്റെ ബോധത്തിൻ്റെ ഒരു പ്രതിഫലനമല്ലേ? ആ തരത്തിലൊരു അപകടം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഈ പൊതുബോധ നിർമ്മിതിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. നമ്മുടെ പൊതുബോധ നിർമ്മിതിയിൽ, നമ്മുടെ പൊതുബോധത്തിൽ ഇത്തരം ധാരാളം ഈ പാടില്ലാത്തതായ സാംസ്കാരിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ കടന്നുകൂടാറുണ്ട്. ഞാൻ ഈ ലേഖനം വായിച്ചിട്ടില്ല. ആദ്യമേ തന്നെ പറയട്ടെ, ലീല മേനോനും ടീച്ചർ നടത്തിയ ആത്മഭാഷണത്തിൻ്റെ ആ ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ടീച്ചറുടെ തിരുത്ത് കുറിപ്പ് നല്ലോണം വായിച്ചു. 2-3 ആവർത്തി. വാസ്തവത്തിൽ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ വീണ്ടും അത് എടുത്ത് വായിച്ചിട്ട് വരികയാണ്. നമ്മൾ ടീച്ചറെ കാണുന്നത്, സുഗതകുമാരി ടീച്ചർ എന്ന എഴുത്തുകാരിയെ പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം വായനയിലൂടെയും ഒക്കെ ജീവിക്കുന്ന നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ആദ്യം ഓർമ്മയിൽ വരുന്നത് കൊല്ലേണ്ടത് എങ്ങനെയെന്ന രചനയാണ്. ഈ ചിത്രം, ഇപ്പോൾ കണ്ട ഒരു ചിത്രം എന്നെ വല്ലാതെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്. ടീച്ചറും ലീല മേനോനും കെട്ടിപ്പുണർന്ന് നിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ടീച്ചർ ഈ പ്രസ്താവം നടത്തിയത്? അല്ലെങ്കിൽ ഒരുപക്ഷെ ടീച്ചർ തിരുത്തിയെങ്കിൽ പോലും 2 സ്ത്രീകളുടെ ക്ലോസ് ആയിട്ടുള്ള വർത്തമാനത്തിനിടയ്ക്ക് പെരുമ്പാവൂർ സാഹചര്യം, ജിഷ വധിക്കപ്പെട്ട സാഹചര്യം ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു അമ്മയുടെ മനസ്സ് തൻ്റെ പെൺമക്കളെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്ന, ദൈനംദിനം എന്നോണം ഒരുപാട് പെൺനിലവിളികൾ കേൾക്കേണ്ടി വരുന്ന ഒരാളാണ് ടീച്ചർ. ആ നിലയിൽ ഒരുപക്ഷെ സ്വകാര്യ വർത്തമാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവാൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ടീച്ചറെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. പലപ്പോഴും കേരളത്തിൽ ഉയരുന്ന പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ, സ്ത്രീ വേട്ടയാടപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾക്ക് മുന്നേ തന്നെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നേ തന്നെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ടീച്ചർ തന്നെ നിലപാട് വ്യക്തമാക്കുന്ന നിരവധി സന്ദർഭങ്ങളിൽ എല്ലാ രാഷ്ട്രീയ ആശയങ്ങൾക്കും അതീതമാണ് ഞാൻ എന്ന്, അതിനകത്തൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. ചിലപ്പോൾ നമുക്ക് പല സന്ദർഭങ്ങളിലും വിയോജിപ്പുള്ളപ്പോൾ പോലും അതിനപ്പുറത്തേക്കുള്ളൊരു വിശാല മാനവിക സങ്കല്പം, മാനവികത എന്ന വലിയ മാനവികത എന്ന സങ്കല്പം മാറോട് ചേർത്ത് പിടിക്കുന്ന, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ടീച്ചറിൽ നിന്ന് കേരള സമൂഹം, പ്രബുദ്ധ കേരളം ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോഴും ഇന്ന് കാലത്തെ സൗമ്യയുടെ അമ്മ നെഞ്ചുപൊട്ടി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, നെഞ്ചുപൊട്ടി, അങ്ങനെ തന്നെ പറയാൻ കഴിയുന്നുള്ളൂ, നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട്
സൗമ്യയുടെ അമ്മ പറയുന്നത് വധശിക്ഷ ഗോവിന്ദചാമിക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ അമ്മയുടെ മനസ്സിലേക്ക് കേരളത്തിലെ സ്ത്രീകൾ മാറിപ്പോകുന്നുവെങ്കിൽ നമ്മൾ ആ ഭാഗം ഒരു വശത്ത് കാണുക തന്നെ വേണം. രണ്ട് സ്ത്രീകൾ കണ്ട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ രണ്ടാളുടെ സംഭാഷണത്തിലൂടെ ഉയർന്നു വന്ന ആശങ്കകൾ ഏത് കേരള സാഹചര്യത്തിലാണെന്ന് കാണണം. അതേസമയം തന്നെ ടീച്ചറെ പോലെ മനോഹർ സാർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. ഒരു വളരെ സെൻസിറ്റീവായ ഈ ബ്ലോട്ടിംഗ് പേപ്പർ മഷി പിടിച്ചെടുക്കുന്നത് പോലെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളോട് അതിനോട് അപ്പം വൈകാരികമായി ഹൃദയപരമായ അനുരണനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സർഗ മനസ്സുകളുടെ ഒരു രീതിയായിട്ട് തന്നെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോഴും ആറന്മുള വിമാന താവളം നിർമ്മാണ സന്ദർഭത്തിൽ, സൈലന്റ് വാലി പദ്ധതി സന്ദർഭത്തിൽ ഒക്കെ യുക്തിയുടെ ഭാഷയിൽ, വളരെ വിവേകത്തിൻ്റെ ഭാഷയിൽ ഉയർന്നു നിന്ന, വലിയ മാനവികതയുടെ ബോധത്തോടു കൂടി ഉയർന്നു നിന്ന് സുഗതകുമാരി ടീച്ചർ, ഒരുപക്ഷെ ടീച്ചർ അഥവാ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കും. അതാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചയായി മാറുന്നതിൻ്റെ ഒരു കാരണം അത് സുഗതകുമാരി ടീച്ചർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും ടീച്ചറുടെ ഭാഗത്ത് നിന്ന് എല്ലാ ചിന്തകൾക്കും അപ്പുറത്തേക്ക്, എല്ലാ ആശയങ്ങൾക്കും അപ്പുറത്തേക്ക് വിശാല മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സുഗതകുമാരി ടീച്ചർ, ഓടിച്ചെല്ലുന്ന, കരയുന്ന പെൺകുട്ടികൾ ഓടിച്ചെല്ലുന്ന, നിലവിളിക്കുന്ന അമ്മമാർ ഓടിച്ചെല്ലുന്ന സുഗതകുമാരി ടീച്ചർ, അങ്ങനെ അമ്മ മനസ്സോടുകൂടി എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന സുഗതകുമാരി ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നു, സ്വാഭാവികമായ ആശങ്ക ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് ചർച്ചകൾക്ക് കാരണം. എന്നാൽ ഏത് സംസ്കാരവും വികസിക്കുന്നത് നമുക്കറിയാം. സാർ നേരത്തെ മലയാള ഭാഷയെക്കുറിച്ച് പറഞ്ഞു. ശരാശരി മലയാളി ഒരു മിനിറ്റിൽ സംസാരിക്കുന്ന, ആ മിനിറ്റെന്ന് തന്നെയും പറയാൻ വേറെ നമുക്ക് വാക്കുകളില്ല, ഒരു മിനിറ്റിൽ സംസാരിക്കുന്ന വാക്കുകളുടെ മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പരകീയ പദങ്ങളുണ്ടെന്ന് കാണേണ്ടതുണ്ട്. ഭാഷ സംസ്കാരത്തിൻ്റെ വലിയ പ്രതീകമാണ്, പ്രതീകാത്മക സ്വഭാവം ആവഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതേ ഭാഷയിൽ തന്നെയാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ഒളിയിടം കണ്ടെത്തുന്നതെന്ന് നമ്മൾ ഈ കാലത്ത് തന്നെ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് പൊതുബോധ നിർമ്മിതിയായി മാറുന്നത്. ആ ബോധ്യവും നമുക്കുണ്ട്. ആ രീതിയിൽ ഭാഷയുടെ ഒരു വലിയ സ്വീകാര്യത ഉള്ളതുപോലെ, ഒരു റിസപ്റ്റീവ് മനസ്സ് ഭാഷ, മലയാള ഭാഷയ്ക്കുള്ളതുപോലെ തന്നെ മലയാളി മനസ്സും മലയാളി സമൂഹവും കേരള സമൂഹവും എല്ലാ സംസ്കാരത്തെയും എല്ലാ ഭാഷകളെയും, ഒരുപക്ഷെ ഇതര ദേശത്തു നിന്ന് വന്ന് പണിയെടുക്കുന്ന എല്ലാവരെയും നമ്മൾ ഇവിടെ സ്വീകരിക്കുകയും ഉള്ളയിടത്ത്, അങ്ങനെ പറയേണ്ടതുണ്ട്. പെരുമ്പാവൂർ പോയി കണ്ടു. പെരുമ്പാവൂരത്തെ ആ സ്ഥലവും ഈ അടുത്ത കാലത്ത് കാണാനിടയായി. എത്രമാത്രം കഷ്ട സാഹചര്യത്തിൽ നമ്മുടെ ആ സുഹൃത്തുക്കൾ, നമ്മളെപ്പോലെ ജീവിക്കേണ്ട മനുഷ്യർ ജീവിക്കുന്ന ദയനീയമായ സാഹചര്യം, ചിലപ്പോഴെങ്കിലും ഈ മനുഷ്യ വിരുദ്ധമായിട്ടൊക്കെ അവർ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, മാനവിക വിരുദ്ധമായിട്ടൊക്കെ അവർ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെയാണ് കാണുന്നത്. ശ്രീമതി എ ജി ഒലീന, ഞാൻ താങ്കളിലേക്ക് തിരിച്ചുതരാം. ശ്രീ കെ എൻ, ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കൾച്ചറൽ പ്യൂരിറ്റിയെ കുറിച്ചാണ്, ഒരു സാംസ്കാരിക തനിമയെക്കുറിച്ചാണ്. സുഗതകുമാരി ടീച്ചർ നമുക്ക് വിടാം, ആ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ലീല മേനോനെ വിടാം. അവരുടെ അഭിപ്രായങ്ങൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ഒരു പരിധിവരെങ്കിലും അഭിമാനത്തോടെ കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ തനിമ, കേരളത്തിൻ്റെ ഭാഷ എന്ന അഭിമാനം കൊള്ളുകയും അതേസമയം തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടി ഇവിടെ വരുന്നവരോട് അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയും ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ക്രിമിനലുകൾ ഉണ്ടാകാം, അതെല്ലാം ഈ വരുന്ന അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പെരുപ്പം കാരണമാണ് സംഭവിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുക വഴി മുൻപ് മുംബൈയിൽ ദക്ഷിണേന്ത്യക്കാർ ആക്രമിക്കപ്പെടാൻ ഇടയായ സാഹചര്യം ശിവസേനയുടെ വരവോടുകൂടി അവിടെയും ഇതേ പറയുന്ന പ്രാദേശികവാദം ഉണ്ടായിരുന്നു. ആ പ്രാദേശികതാവാദത്തിന് വഴിമരുന്നിട്ട ഒരു വൈകാരിക അവസ്ഥ കേരളത്തിലും സംജാതമാകാൻ പോകുന്നു എന്ന ഭയം താങ്കളെപ്പോലുള്ള സാംസ്കാരിക വിമർശകർക്കുണ്ടോ? ശരിക്കും അല്ല, മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ലോകത്തിലെവിടെ നമ്മൾ നോക്കുമ്പോഴും ആധുനിക ജനാധിപത്യ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിൽ കുടിയേറ്റങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള സമ്പർക്കങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ സംസ്കാരത്തെ സജീവമാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. മണ്ണിൻ്റെ മക്കൾ വാദം ഉയർന്നു വന്നത് തീർച്ചയായിട്ടും മുൻവിധികളിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാമൂഹ്യ പ്രവർത്തകൻ്റെ, സാംസ്കാരിക പ്രവർത്തകൻ്റെ അഭിപ്രായ പ്രകടനം എന്നതിനപ്പുറത്ത് ഇതിനൊരു അടിത്തറയുണ്ട്. ആ അടിത്തറയാണ് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത്, നമ്മുടെ സാമാന്യബോധം. ഈ സാമാന്യബോധം അപരിചിതരെ ആശങ്കയോടെയാണ് ആദ്യം നോക്കിക്കാണുക. അത് സ്വാഭാവികമാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ അപരിചിതത്വത്തെ പരിചിതത്വമാക്കി പരാവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ശ്രീനാരായണ ഒരു ആത്മോപദേശ ശതകത്തിൽ വളരെ കൃത്യമായും പറയുന്നുണ്ട്, ആത്മോപദേശ ശതകം സത്യത്തിൽ ഈ അപരത്വത്തെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതാണ്. നരന് നന്മ നൽകും ക്രിയ
അപരക്രിയ ഹേതുവായി വരയണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ മുൻവിധി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ മുൻവിധിയുണ്ട്. എത്ര കുറഞ്ഞ കൂലിക്ക് കീറാമുട്ടി കീറിക്കൊടുത്താലും പുറമേ നിന്ന് വരുന്ന തൊഴിലാളിയോട് ഭാഷ വ്യത്യസ്തമായതുകൊണ്ട് ഒക്കെ ചില മുൻവിധികളുണ്ട്. ആ മുൻവിധികൾ മുറിച്ച് മുന്നോട്ട് പോകാൻ സഹായകമായ രീതിയിലുള്ള ആശയങ്ങളാണ്, വാക്കുകളാണ്, അഭിപ്രായങ്ങളാണ് സാംസ്കാരിക രംഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ജനങ്ങൾക്ക് മുൻവിധികൾ ഉണ്ടാകുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്, ചരിത്രപരമാണത്. അത് മുറിച്ച് കടന്ന് മുന്നോട്ട് പോകണം. അതാണ് നവോത്ഥാനത്തിലുണ്ടായത്. അതിനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ സ്വാഗതം ചെയ്യേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വാക്കിന് അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത് അവരോടുകൂടിയുള്ള സ്നേഹമാണ്. അതല്ലാതെ ഒരു പ്രത്യേക തരത്തിൽ സെലിബ്രിറ്റി ആയി തീർന്ന ആരെങ്കിലും പറയുമ്പോൾ അതിലെ ഇരുട്ടിനെ നമ്മൾ ഉപായം കൊണ്ട് ഓട്ടയടക്കേണ്ട ഒരു കാര്യമില്ല. അത് അവരെ കൂടി നമ്മൾ സത്യത്തിൽ പരിമിതപ്പെടുത്തുകയാണ്. അവർക്കത് തിരുത്താൻ പറ്റും. അവർക്ക് ഈ ആത്മഭാഷണത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള സാമാന്യബോധത്തിൻ്റെ, അവരുടെ കവിത്വത്തിൻ്റെ ലോകമുണ്ട്, അവരുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ലോകമുണ്ട്. അതിനെയൊക്കെ ആദരവോടെ കാണുന്ന ആളുകളാണ് മലയാളികൾ. പക്ഷേ ആദരവ് എന്ന് പറയുന്നത് ഏതെങ്കിലും തെറ്റായ അഭിപ്രായത്തോട് നമ്മൾ സൗജന്യം കാണിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കരുത്. ആ അർത്ഥത്തിൽ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റായ ആശയത്തിന് ഏതെങ്കിലും തരത്തിൽ ഊർജം പകരാൻ ഈ പ്രസ്താവന ഉതകിയോ, ഇതാണ് നമ്മൾ മൗലികമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഉതകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ജനാധിപത്യമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ മലയാള ഭാഷയെ പറയുമ്പോൾ നമുക്ക് PhD തീസീസ് തന്നെ ഉണ്ട് മലയാളത്തിലെ പരകീയ പദങ്ങൾ, PM ജോസഫ്. മാത്രമല്ല ഓരോ തരത്തിലുള്ള കൂടിച്ചേരലും. ഇപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു അനുഭവം പറയാം. ഞങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒറീസയിലെ കന്തമാലിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ചെന്നപ്പോൾ കന്തമാലിലുള്ള ആളുകൾ കേരളത്തിലെ പെരുമ്പാവൂർ താമസിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നും കിട്ടുന്നത് വലിയ സ്നേഹമാണെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ കൂടിച്ചേരലിൻ്റെ ഇത് ഞങ്ങളുടെ തന്നെ പ്രദേശമാണ് എന്നവർക്ക് തോന്നിപ്പിക്കാൻ നമ്മൾ ജനാധിപത്യപരമായിട്ട് അവർക്ക് ഐക്യം നൽകുകയാണ് വേണ്ടത്. ആ ഐക്യം ലഭിക്കുന്നത് കൊണ്ടാണ് ഈ കന്തമാലിലെ വംശഹത്യയിൽ നിലവിളിക്കുന്നവർ കേരളത്തിൽ വന്ന് ചിരിക്കുന്നത്. ആ ചിരി തുടരണം. ആ ചിരി തുടരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് അവരെ കാണേണ്ടത്. അന്യ തൊഴിലാളികൾ എന്നുള്ള വാക്ക് തന്നെ സത്യത്തിൽ കുത്തിക്കളയേണ്ടതാണ്, ഡിലീറ്റ് ചെയ്യേണ്ട വാക്കാണ്. അന്യം എന്ന രീതിയിലല്ല നമ്മൾ സത്യത്തിൽ മറ്റ് പ്രദേശത്തുള്ള മനുഷ്യരെ കാണേണ്ടത്. ഇതരർ എന്നാണ് സത്യത്തിൽ. ഇന്ന് ഇതരർ എന്നാണ്. ഇതരരേക്കാൾ നല്ലൊരു വാക്ക് തീർച്ചയായിട്ടും നാളെ ജനാധിപത്യം കണ്ടുപിടിച്ചേക്കും. അപ്പോൾ ഇതരർ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതരർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി തുടക്കത്തിൽ മാത്രമാണ്, പിന്നെ ഇതരരില്ല. ആ അർത്ഥത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. ആ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത്. ശ്രീമതി സോണിയ ജോർജ് ടെലിഫോൺ ലൈൻ. ശ്രീമതി സോണിയ ജോർജ്, എങ്ങനെയാണ് ഈ വിവാദത്തെ കാണുന്നത്? ഇപ്പോൾ എനിക്ക് മുമ്പ് നടന്ന ചർച്ചകളിൽ പറഞ്ഞതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചർ ഈ ഒരു അവരുടെ ആത്മഭാഷണത്തിൽ ഉയർത്തപ്പെട്ട വികാരങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു സാമാന്യ മലയാളിയുടെ പൊതു വികാരമാണെന്നാണ് തോന്നുന്നത്. പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ഈ ഒരു ഭാഷണം വളരെ ലാഘവത്തോടെ മലയാളികളുടെ വായിൽ നിന്ന് വരുന്നത് പലപ്പോഴും നമ്മൾ ക്ഷമിക്കണം ശ്രീമതി സോണിയ ജോർജ്, ഞങ്ങൾക്ക് താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ കട്ട് ചെയ്ത ശേഷം താങ്കളെ വീണ്ടും ടെലിഫോണിൽ വിളിക്കുന്നതാണ്. ശ്രീമതി സോണിയ ജോർജ്. ശ്രീമതി ലീല മേനോൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് ഞാൻ കരുതി. ശ്രീമതി ലീല മേനോൻ, താങ്കൾ ടെലിഫോണിലുണ്ടോ? ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം ലീല മേനോൻ ആദ്യമായി ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം അറിയിക്കും. ഒപ്പം ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. ഈ ചർച്ചയുടെ ഭാഗമാകാൻ ശ്രീമതി ലീല മേനോൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ലീല മേനോൻ, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? മാഡം, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാമോ താങ്കൾക്ക്? ഹലോ മാഡം, ക്യാൻ യു ഹിയർ മീ? കേൾക്കാം. മാഡം, താങ്കളുമായി നടത്തിയ സംഭാഷണമാണല്ലോ പിന്നീട് ജന്മഭൂമിയുടെ ഓണപ്പതിപ്പിൽ പുറത്തു വന്നതും വിവാദമായതും. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സുഗതകുമാരി ടീച്ചർ പറഞ്ഞത് തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഒരു തിരുത്തിന്റെ ആവശ്യം വന്നത്?
അല്ല, അങ്ങനെയല്ല. ഞാൻ തിരുവനന്തപുരത്ത് വന്നത് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ എഡിറ്റേഴ്സിനെയും കാണണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാനും വന്നു. അപ്പൊ എന്നടുത്ത് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ പറ്റി പരാമർശം വന്നത് തന്നെ ജിഷാവധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളിക്കാര് പെരുമ്പാവൂര് കണ്ടമാനം വരുന്നുണ്ട്, അവര് എവിടത്തുകാരാണെന്ന് അവരെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല. ഇപ്പൊ അനാർ പറയേണ്ട അമീറാണ് കൊന്നത്, അമീർ പറയേണ്ട അനാറാണ് കൊന്നതെന്ന്. ഈ അമീർ എവിടത്തുകാരാണ്, അനാർ എവിടത്തുകാരാണ്, ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽസ് ഇല്ല. അപ്പൊ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാ ഇൻഫർമേഷനും രജിസ്റ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ അന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ സുഗതയുടെ അടുത്ത് ഇത് പറയുകയായിരുന്നു. അപ്പൊ സുഗത കേട്ടിരുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സുഗത ഇതില് ഇങ്ങനെ ഇത്രയൊന്നും പറഞ്ഞതല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ പെരുമ്പാവൂർ വരരുത് എന്നല്ല പറയുന്നത്. ഇത് ഇന്ത്യക്കാരന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി എടുക്കുകയും ജീവിക്കുകയും ചെയ്യാം. പക്ഷെ ഇവര് വന്നിട്ട് ഈ ജിഷയെ കൊന്ന ആ ആൾക്കാർ തന്നെ അവര് താമസിക്കുന്ന പശ്ചാത്തലം എന്താണ്, അവരെന്തോരം മയക്കുമരുന്നാണ് പെരുമ്പാവൂർ കൊടുക്കുന്നത്. ഞാൻ പെരുമ്പാവൂരുകാരി, 10 കൊല്ലം പെരുമ്പാവൂർ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പൊ അന്ന് എത്ര നിഷ്കളങ്കരായിരുന്നു ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഈ മയക്കുമരുന്നെല്ലാം കൊടുത്ത് ഇന്നിങ്ങനെ മാറ്റണത് കാണുമ്പോൾ ആ ദണ്ണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ അന്യസംസ്ഥാന തൊഴിലാളിക്കാർ. ഇപ്പൊ ഇന്നത്തെ വാർത്തയിലും ഉണ്ടായിരുന്നു 2 അന്യസംസ്ഥാന തൊഴിലാളിക്കാർ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തിയത്. അപ്പൊ ഇങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഡീറ്റെയിൽസ് വേണ്ടേ, സ്റ്റാറ്റിസ്റ്റിക്സ് വേണ്ടേ? ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളോട് ഒരു വിരോധവും ഇല്ല. അവർ വന്ന് പണിയെടുക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷെ അവരെ ഇങ്ങനെ മയക്കുമരുന്നൊന്നും കൊണ്ടുവന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ സംസ്കാരം നശിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ മീൻ ചെയ്തുള്ളൂ. മാഡം, ഇനി ഞാൻ 1-2 കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കോട്ടെ. ഈ അഭിമുഖത്തിൽ പറയുന്ന, അല്ലെങ്കിൽ ഈ സംഭാഷണത്തിനിടയിൽ പറയുന്നതായി എൻ്റെ കയ്യിൽ ഇതിന്റെ പൂർണ്ണരൂപമുണ്ട്. അതിൽ പറയുന്നത്, ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്തവരാണ് ഇവിടെ ജോലിക്കായി എത്തുന്നത്. വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞവർ മാത്രമല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമാണ് ഇവരിൽ അധികവും. അവർ ഇവിടെ വീടും വെച്ച് ഇവിടെ നിന്ന് കല്യാണവും കഴിച്ച് ഇവിടത്തുകാരായി മാറും. നമ്മുടെ പാവം പെൺകുട്ടികളെ വളച്ചെടുക്കാൻ അവർക്ക് പ്രയാസമൊന്നും കാണില്ല. ഭീകര സംഘടനയായ ISL ചേരാൻ വരെ നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് എപ്പോഴെങ്കിലും സുഗതകുമാരി ടീച്ചർ താങ്കളുമായി നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു? ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞതിന്റെ റെസ്പോൺസാണ് സുഗത പറഞ്ഞത്. അപ്പൊ അത് ഇങ്ങനെ ഈ അന്യസംസ്ഥാന തൊഴിലാളിക്കാർ വരുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് അവരുടെ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. ഞാനാണ് പറഞ്ഞത് അവർ വരണ കാരണം ഇങ്ങനെ നമ്മുടെ ഇത് പെരുമ്പാവൂരത്തെ ആ നിഷ്കളങ്കത പോവുകയാണ്, അവിടുത്തെ സംസ്കാരം നശിക്കുകയാണെന്ന് ഞാനാണ് പറഞ്ഞത്, അല്ലാണ്ട് സുഗത അല്ല പറഞ്ഞത്. എന്നിട്ട് സുഗത അതിനോട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ സുഗത യോജിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ സുഗത അതിനെ പറ്റിയിട്ട് ഒരു കമന്റും പറഞ്ഞില്ല. മാഡം ലീല മാഡം, താങ്കൾക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നവരിൽ അധിക പേരും ക്രിമിനലുകളാണ് എന്ന അഭിപ്രായമുണ്ടോ? അവർ വരുമ്പോൾ നമ്മുടെ സാംസ്കാരിക തനിമയ്ക്ക് കോട്ടം തട്ടും എന്ന അഭിപ്രായമുണ്ടോ? അവരാണ് കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന അഭിപ്രായമുണ്ടോ? അവരാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അഭിപ്രായമില്ല. പക്ഷെ ഇവര് മോഷണം നടത്തുന്നുണ്ട്. ഇവര് ജിഷയെ ഞാൻ പറഞ്ഞില്ലേ, ജിഷയെ കൊന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ റിമാർക്ക് മുഴുവനും പറഞ്ഞത്. അപ്പൊ ഈ ജിഷയെ കൊന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇതെല്ലാം കുടലെല്ലാം കുത്തിക്കീറി അങ്ങനെ ചെയ്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാരനാണ്. അപ്പൊ അയാൾക്ക് പിന്നെ അയാളുടെ ഇത് ലൈംഗിക വൈകൃതം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞ അവര് പറയുന്നത് ഇങ്ങനെ ഈ നമ്മുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിനൊക്കെ മാറ്റം വരും. ഈ മയക്കുമരുന്ന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആരായാലും എന്താ, ഞാൻ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്ത് നടക്കുകയാണെങ്കിലും ഞാൻ മയക്കുമരുന്ന് ഡിസ്ട്രിബ്യൂഷനെതിരെ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. ശരി, ഏറ്റവും പുതിയ 2016 കണക്കനുസരിച്ച് ഏകദേശം 35 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കേരളത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 10 മലയാളികൾ എടുത്താൽ അതിൽ ഒരാൾ ഇതര സംസ്ഥാനക്കാരനായിരിക്കുമെന്ന്. അത് കേരളത്തിൽ ക്രൈം റേറ്റുകൾ കൂടാൻ കാരണമായി എന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് ടീച്ചർ സുഗതകുമാരി ടീച്ചർ നൽകിയിട്ടുള്ള തിരുത്തിൽ തന്നെ പറയുന്നത്, ഈ വരുന്നവർക്ക് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടോ, ഏത് ക്രിമിനലിനും ഒളിച്ചു പാർക്കേണ്ടവനും ഇങ്ങോട്ട് പോന്നാൽ പോരെ, ഈ തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ?
അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ അനാറിന്റെ അമീറിന്റെ കാര്യം. ഇപ്പൊ ഈ അനാറ് കൊന്നു കഴിഞ്ഞിട്ട് അനാറ് വൈകൃതങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അനാറ് പറയണത് ഇത് അമീറാണ് ചെയ്തത്. ഈ അമീർ ആരാണ് എന്താണെന്നൊന്നുമില്ല. അപ്പൊ ശരിക്ക് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞ പോലെ തന്നെ ഇവരെ പറ്റിയിട്ടുള്ള യഥാർത്ഥ കണക്കുകളോ ഒന്നുമില്ല. അവരിങ്ങനെ ഇപ്പൊ താങ്കളെ ഇത്ര ലക്ഷം ഉണ്ട് എന്ന് പറയണത് എങ്ങനെ കിട്ടിയത് എനിക്കറിയില്ലായിരുന്നു അത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവര് ഇതുപോലെ മയക്കുമരുന്ന് സംസ്കാരം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പെരുമ്പാവൂരുകാരെ നിഷ്കളങ്കരാണ്. അവര് വേഗം ഇതിന് അടിമയായി പോവോന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ഇവർക്ക് വരാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഇവര് കൾച്ചറൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു ആ അർത്ഥത്തിലല്ല പറഞ്ഞ് ഇങ്ങനെ മയക്കുമരുന്ന് സംസ്കാരം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ലീല മേഡം, താങ്കൾ പറഞ്ഞതുപോലെ സുഗതകുമാരി ടീച്ചർ ഇത്ര വിശദമായി ഈ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ടീച്ചറുടെ വിശദീകരണത്തെക്കാൾ മുൻപ് വരേണ്ടിയിരുന്നത് മേഡത്തിന്റെ വിശദീകരണമായിരുന്നില്ലേ? എന്റെ വിശദീകരണം ഇതുവരെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ തന്നെ ചർച്ചയ്ക്കെടുത്തത് അത് സുഗതകുമാരിയുടെ ഇത് വിഷയം വന്ന കാരണം മാത്രമല്ലേ ഇത് ചർച്ചാ വിഷയമായത്. ജന്മഭൂമിയിൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ് ഈ ജിഷാവധത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം. അത് ഞാൻ മുഖ്യമന്ത്രിയോട് പോലും പറഞ്ഞതാണ്. ഇതര സംസ്ഥാനക്കാരുടെ കാര്യത്തിൽ കേരളത്തിൽ അവരെ സംശയത്തോടെ നോക്കുന്ന, അവരെ ഭയത്തോടെ കാണുന്ന, അവരെ അകറ്റി നിർത്തുന്ന ഒരു പൊതുബോധം കേരളത്തിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ മേഡം? അവരെ ഭയത്തോടെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ അവരെ മോഷ്ടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കൊല്ലുന്നുണ്ട്, ഇഷ്ടംപോലെ അപ്പൊ ഇതുപോലെ മയക്കുമരുന്ന് സംസ്കാരം വളർത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാരണം ഭയത്തോടെ തന്നെയാണ് നോക്കണത്. പിന്നെ പക്ഷെ നമ്മള് ഇപ്പൊ ഇവിടുത്തെ മലയാളികള് വിദേശത്തൊക്കെ പോയി ജോലി നോക്കാണ്. അവരെ കൊണ്ട് ഇങ്ങനത്തെ യാതൊരു പിന്നെ വാർത്തകളും നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇവര് വന്നു കഴിഞ്ഞിട്ടാണ് ഇവരാണ് ഇവിടെ മോഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അവര് ഈ ഇപ്പൊ അമീറിനെ പോലെ ലൈംഗിക വൈകൃതം ഉള്ളവരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനൊക്കെ ജിഷയുടെ വധത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ആ പേടി കൊണ്ടാണ് ഇനി ഇവരിങ്ങനെയാണ് ചെയ്യാൻ പോണെങ്കിൽ എന്തെല്ലാം പെരുമ്പാവൂർ നടക്കും എന്നാണ് എനിക്ക് പേടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ട്രേസ് ചെയ്യാൻ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടി ഒരു സെൻസസ് അവരുടെ തന്നെ സെൻസസ് എടുത്തിട്ട് അവര് എന്താണ് ഏതാണെന്നൊക്കെ എവിടെ നിന്ന് വരണവരാണ്. അപ്പൊ അവരെന്തെങ്കിലും കുറ്റം ചെയ്ത് ഇപ്പൊ അപ്രത്യക്ഷമാണെങ്കിൽ നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരെ കുറ്റം ചെയ്യാണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യത്തക്ക വിധത്തിൽ അതിനുള്ള സെൻസസിന്റെ ഡീറ്റെയിൽസ് വേണം. റൈറ്റ്, ഞാൻ വരാം തിരിച്ച്. ശ്രീ കെ എൽ മോഹൻ വർമ്മ, സ്വാതന്ത്ര്യത്തിന് മുൻപിലേക്ക് നീണ്ടുകിടക്കുന്ന കുടിയേറ്റത്തിൻ്റെ ഒരു വലിയ നീണ്ട ചരിത്രമുണ്ട് കേരളത്തെ സംബന്ധിച്ച്. അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം മുംബൈയിലേക്കും ബർമയിലേക്കും ശ്രീലങ്കയിലേക്കും തൊഴിൽ തേടിയുള്ള അന്വേഷണങ്ങൾ, പിന്നീട് 50കളിൽ ഗൾഫിലേക്കുള്ള കുടിയേറ്റം, അതിനെ തുടർന്ന് പിന്നീട് അതിന് സമാന്തരമായി തന്നെ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിപ്പെട്ടവർ, തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ, അങ്ങനെ കേരളത്തിൽ തമിഴ് ഗ്രാമങ്ങൾ രൂപപ്പെട്ട സാഹചര്യം. ഇങ്ങനെ എല്ലാ കാലത്തും മലയാളി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്വീകരിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി വരുന്ന പണത്തിൻ്റെ ഒഴുക്കിൽ നമുക്ക് പുരോഗതിയും ഈ പറയുന്ന സാംസ്കാരിക തനിമയുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകമായി മാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രവാസത്തിൻ്റെ വലിയ ഗുണഫലങ്ങൾ അനുഭവിച്ച നമ്മുടെ പോലൊരു സമൂഹത്തിന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരായ ആളുകളെ സൗഹാർദ്ദത്തോടെ, ആത്മവിശ്വാസത്തോടെ, സ്നേഹത്തോടെ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനിടയ്ക്ക്, ജസ്റ്റ് ഒരു കാര്യം. ഈ ഇപ്പോൾ പറഞ്ഞ സുഗതകുമാരി ടീച്ചറും ഇവർ രണ്ടുപേരും കൂടി നടന്ന ആ അഭിമുഖം ജന്മഭൂമിയുടെ ഓണവും വിശേഷപ്പെടുത്തില്ല വന്നതെന്ന് പറഞ്ഞു. ഇത് ശരിക്കുള്ളതാണോ എന്ന് അവരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ അച്ചടിക്കുന്നതിന് മുമ്പ്? ഒന്ന് അന്വേഷിക്കാമോ? ജന്മഭൂമിയുടെ എഡിറ്ററോട് ഹാവ് ദേ ഗിവൺ ടു ദം ദ കോപ്പി ആൻഡ് ദേ അക്സെപ്റ്റഡ് ഇറ്റ്. അങ്ങനെ അല്ലാതെങ്കിൽ അയാൾ എന്തിനാണ് ഇത് അങ്ങനെ പ്രസിദ്ധീകരിച്ചത്? അങ്ങനെ ആണെങ്കിൽ ഇതൊന്ന് ചോദിക്കാവുന്നതാണ്. അത് പോട്ടെ, ലീല മേഡം പറഞ്ഞോളൂ. ശ്രീ കെ എൽ മോഹന വർമ്മ ചോദിച്ചത് താങ്കൾ കേട്ടോ? കേട്ടു. പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഇതെന്തിനാ പ്രസിദ്ധീകരിച്ച് എന്താ മോഹനോർമ്മ എന്താ പറഞ്ഞെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കൊണ്ട് ഓക്കെ ആക്കിച്ചോന്ന് ലേഖനം അടിക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങളുടെ ആണെന്നും പറഞ്ഞ്, സാധാരണ ഞാൻ ചീഫ് എഡിറ്റർ ആയിട്ടിരുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം അവരെ കൊണ്ട് അവർക്ക് ഇത് അയച്ചു കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് സീ എവറിത്തിങ് ഈസ് ഓക്കെ. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും, അല്ലെ മാറ്റാൻ പറയും. അപ്പോൾ അതുപോലെ ചെയ്യിച്ചിട്ടുണ്ടോ ജന്മഭൂമി എന്നാണ് ഞാൻ ചോദിച്ചത്.
അല്ല ഇതൊരു അഭിമുഖമായിട്ടല്ല ഞങ്ങള് വിചാരിച്ചത്. സുഗത എന്നെ കാണാൻ ഞാൻ സുഗതയുടെ വീട്ടിൽ വെള്ളത്തിയപ്പോ കാണാനായിട്ട് പോയപ്പോ സുഗത കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കറ്റിലാണെന്ന് പറഞ്ഞത് കാരണം സുഗത അവിടെ വരിക ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സുഗതയോട് പറയുകയും ചെയ്തത്. അപ്പൊ സുഗത ഇത് ഈ പറഞ്ഞ പോലെ ഒന്നും ഇത്രയ്ക്കൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ സുഗതയിലെ ഞാൻ പറഞ്ഞതിനൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് സുഗത ഇങ്ങനെ പേഴ്സണലായിട്ട് ഇതുപോലെ പറഞ്ഞു എന്നുള്ള ഓർമ്മ എനിക്കില്ല. പക്ഷെ ഞാൻ ജന്മഭൂമിയിൽ അന്വേഷിച്ചപ്പോ ജന്മഭൂമി ലേഖകൻ അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് എഴുതിയതാണ് പറയണത്. അപ്പൊ അതെനിക്ക് അറിയില്ല അത് കാരണം. ആൻസർ കിട്ടിയില്ലേ? അതായത് ലീലാമേനോനും കണ്ടിട്ടില്ല, സുഗതകുമാരിയും കണ്ടിട്ടില്ല, മൊബൈൽ റെക്കോർഡ് ചെയ്യുന്ന എടുത്തതാണ്. എഡിറ്റ് ചെയ്തതിന് ശേഷം എന്താണ് മാറ്റർ വരുന്നതെന്ന് പോലും ഇവരെ അറിയിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്തേക്ക് അത് വരികയാണ്. ശരി, അല്ല നമുക്ക് ആ അഭിമുഖത്തിന്റെ കാര്യം കെ എൽ മോഹൻ വർമ്മ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ആ അഭിമുഖത്തിന്റെ കാര്യം നമുക്ക് മറക്കാം. നമുക്ക് തൽക്കാലം സുഗതകുമാരി ടീച്ചർ പിന്നീട് നൽകിയ തിരുത്തു മാത്രം കയ്യിലെടുക്കാം. അപ്പോഴും ഈ ചർച്ച പ്രസക്തമാണ്. ചർച്ച വളരെ പ്രസക്തമായി ഞാൻ സമ്മതിച്ചു, അതിനൊരിതുമില്ല. ഞാൻ പറയുന്നത് ബേസിക്കലി തന്നെ ഇങ്ങനൊരു മീഡിയയുടെ കയ്യിലുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് ഓർക്കുക. ഇത് വളരെ പ്രധാനമാണ്. മീഡിയ സമ്മതിച്ചു. ഇതിൻ്റെ പറയാം, ഇതിനെക്കുറിച്ച് പറയാം, ഇത് തന്നെ പറയാം. പക്ഷേ ആദ്യമായിട്ട് ഇത് പറഞ്ഞവരെ കൊണ്ട് ആരാ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഓക്കെ ചെയ്യിക്കേണ്ട ഒരു ചുമതല ഏത് മീഡിയയ്ക്കും ഉണ്ട്. അത് പ്രധാനം. ഇനി രണ്ടാമത് പറയാം, എന്തുകൊണ്ടാണ് മലയാളിയുടെ ഈ മനോഭാവം? നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നതിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്തിൽ ഇതെല്ലാം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഇവരുമായിട്ടൊക്കെ ധാരാളം ഇടപെടുന്ന ഒരാളാണ്, സാധാരണ പാവപ്പെട്ടവരായിട്ട്. ഇവിടെ 12-15 കൊല്ലമായിട്ട് ഇവിടെ തന്നെ എറണാകുളത്ത് പെരുമ്പാവൂർ വന്നു, പല 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 ജോലികൾ ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഈയിടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനാണ് എൻ്റെ വളരെ അടുത്ത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന രാംചരൺ എന്ന് പറഞ്ഞ ആൾ. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ലോക്സഭയുടെ രാംചരൺ അവിടെ നാട്ടിലേക്ക് പോകുന്നില്ല, ലോക്സഭ ഇലക്ഷൻ ആരായിരുന്നു പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ കോൺസാ ഇലക്ഷൻ. ഞാൻ പറഞ്ഞു, ലോക്സഭ കോൺസാ ഇലക്ഷൻ. ഞാൻ ചോദിച്ചു, അതല്ല നമ്മുടെ പ്രധാനമന്ത്രിയെ എടുക്കുന്നത്. പ്രധാനമന്ത്രിയാ, അത് മാഡവും ലാലു പ്രസാദ്ജിയും കൂടെ അല്ലേ ചെയ്യുന്നത്, ഞാനാണോ? ഞാൻ ചോദിച്ചു, അപ്പം ഇലക്ഷൻ പോകാറില്ലേ? ഞാൻ പോകും. ബൂത്ത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിലെ എൻ്റെ വാർഡിലെ മെമ്പറെ എലക്ട് ചെയ്യാനായിട്ട് ഞാൻ പോകും. അതിന് ഞാൻ തീർച്ചയായിട്ടും പോകും. എന്താണെന്ന് വെച്ചാൽ അവരാണ് എൻ്റെ ചുറ്റുപാടുകളൊക്കെ നോക്കട്ടെ. പ്രധാനമന്ത്രി അവിടെ, ഞാനിതിലാരാ? ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു ഇൻപുട്ട് തന്നത് ഈ അക്ഷരാഭ്യാസമില്ലാത്ത ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് സ്നേഹം വരുന്നുണ്ട്. അതേസമയം തീർച്ചയായിട്ടും അതിൽ ഒരു ശതമാനം പേര് ക്രിമിനൽസൊക്കെ ഉണ്ടാവും. അതെവിടെ നമ്മുടെ കൂട്ടത്തില്ലേ? നമ്മുടെ കൂട്ടത്തിൽ എത്രയോ പേരുടെ ഇന്നും നിങ്ങൾ തന്നെ ഒരുപാട് ചാനലുകളിൽ ഓരോ പറയില്ല, അഴിമതി മറ്റേ ഒരുപാട് തരത്തിലുണ്ട്. കൊലപാതകം ചെയ്തു, അത് ചെയ്തു, ഇത് അത് ഉണ്ടാവും. ഇവരുടെ വിദ്യാഭ്യാസം കുറവാണ്, ചിലപ്പോൾ പെർസെൻറ്റേജ് ശാലം കൂടുതലായിരിക്കും. അത് ദാറ്റ് ഹാസ് ടു ബി കൺട്രോൾഡ്. അത് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് എടുക്കാൻ പാടില്ല. ഇവരെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ മാത്രമേ നമുക്ക് വികസിക്കാനൊക്കെ ഉള്ളൂ. അത് കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം. ശ്രീമതി സോണിയ ജോർജ് ടെലിഫോണിലുണ്ടല്ലോ അല്ലേ? ശ്രീമതി സോണിയ ജോർജ്, എന്താണ് ഈ വിവാദത്തിൽ താങ്കളുടെ നിലപാട്? ഇപ്പം ഈ മോഹൻവർമ്മ സാർ പറഞ്ഞതിനോട് തുടർച്ചയായിട്ട് പറയാനാണ് എനിക്ക് താല്പര്യം. വിദ്യാഭ്യാസം കുറഞ്ഞ എല്ലാവരും സംസ്കാരം ഇല്ലാത്തവരാണെന്നൊരു പൊതുബോധം മലയാളിക്കുണ്ടോ? അതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വീണ്ടും വീണ്ടും ഒഴിച്ചു കേൾക്കാനായി സാധിച്ചത്. കാരണം ഈ ഒരു പ്രത്യേകിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾ അങ്ങനെ വിളിക്കുന്നത് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനും ഇപ്പോൾ അതുപോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് അത്തരം തൊഴിലാളികളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, എത്ര ചെറിയ വീടുകളാണെങ്കിലും കുടിലുകളാണെങ്കിലും അതിന്റെ മനോഹാരിത കാണുമ്പോൾ നമുക്ക് അവരുടെ വൃത്തിയെക്കുറിച്ചൊക്കെ രോഷം കൊള്ളുന്ന മലയാളികളെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്യാൻ തോന്നുന്നത്. ഇവർ വരുമ്പോൾ നമ്മുടെ വൃത്തിയും നമ്മുടെ സംസ്കാരവും ഒക്കെ ഇല്ലാതാകും എന്ന് പറയുന്നത് എവിടുത്തെ സംസ്കാര ബോധമാണ്? ശരിക്കും സുഗതകുമാരി ടീച്ചറിനെ വിമർശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പൊതു മലയാളി ബോധത്തെ വിമർശിക്കുന്നതിന് തുല്യമാണെന്ന് തോന്നുന്നു. ഈ ഒരു പ്രശ്നത്തെ ഞാൻ കാണുന്ന സാധാരണ മലയാളികളെല്ലാം ഈ ഒരു സ്വരത്തിലാണ് പ്രതികരിക്കുന്നത്. അവരുടെ എല്ലാം സ്വരം ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നിപ്പോകും. വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള മലയാളിയുടെ ഒരു പ്രതികരണം വളരെ വേദനാജനകമായ പ്രതികരണമാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ പണിയും ചെയ്യാൻ, എന്ത് പണിയാണെങ്കിലും അത് കിളയ്ക്കുന്നത് തൊട്ട്
വീട്ടു ജോലി ചെയ്യുന്നോട്ട് നമുക്കറിയാമോ എത്ര ചെറിയ പെൺകുട്ടികളെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ എത്രയോ സാംസ്കാരിക ഔന്നത്യത്തിൽ നിൽക്കുന്നവരുടെ വീട്ടിൽ വളരെ തുച്ഛമായ പണിക്ക് എത്രയോ ചെറിയ പെൺകുട്ടികളെ നിർത്തിയിട്ടുണ്ട്. അവരെ കുറിച്ചൊന്നും ആരും കേരളം എന്താ ഒരിക്കലും വിലപിക്കാത്തത്? അവരുടെ അവകാശങ്ങളെ കുറിച്ച് എന്താ കേരളം ശ്രീമതി സോണിയ ക്ഷമിക്കണം, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ശ്രീ KN, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഒരൊറ്റ ചോദ്യം, സുഗതകുമാരി ടീച്ചറുടെ ഈ തിരുത്ത് മാറ്റിവെക്കാം. കേരളത്തിലെ മലയാളികളുടെ ഈ മനോഭാവത്തെ നമ്മൾ എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? ചെറിയ വാക്കുകളിൽ പറ്റും. നമ്മളൊന്ന് അല്പം ആലോചിച്ചാൽ മതി, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ പൊരുൾ വ്യക്തമാവും. കേരളത്തിൽ നിന്ന് പോയ മലയാളികൾ പല സ്ഥലത്തും തടവിലാണ്, പല കേസുകളിലും അവർ പ്രതിയാണ്. പക്ഷേ അവിടെയൊന്നും മലയാളി സമൂഹമാകെ മോഷ്ടിക്കുന്നവരാണ്, അവരെ കരുതിയിരിക്കണം, അവർക്ക് വിവരം കുറവാണ് എന്ന് പ്രചാരണം ഉണ്ടായാൽ അത് നമ്മളെ എത്രമാത്രം വേദനിപ്പിക്കുമോ അത്ര തന്നെ പ്രശ്നം സത്യത്തിൽ ഇതിലും ഉണ്ട്. ഇവർ ഏതെങ്കിലും 1-2 പേർ അല്ലെങ്കിൽ 4-5 പേർ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഇവരെ ആകെ സംശയത്തിൻ്റെ സൂചിമുനയിൽ നിർത്തണം എന്ന് നമ്മൾ പറയുന്നത് ജനാധിപത്യ കാഴ്ചപ്പാടുമായി ഒരു വിധേനയും പൊരുത്തപ്പെട്ടു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കത് തിരുത്തുന്നതിൽ നമ്മൾ വളരെ മുന്നിലായിരിക്കണം. ഈ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ ചരിത്രപരമായ കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ വേര് കണ്ടെത്തി അത് ജനാധിപത്യമായിട്ട് പൊരുത്തപ്പെട്ടു പോവില്ല, അത് മാനവികതക്കെതിരാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഉടനെ തിരുത്തണം. കാരണം ഈ ഒരു ജനവിഭാഗം ഇവിടേക്ക് വരുന്നത് നമ്മുടെ പ്രകൃതി മനോഹരമായ അവസ്ഥ കാണാനൊന്നല്ല, അവരുടെ പട്ടിണി മാറ്റാൻ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാൻ അവർ വരികയാണ്. അങ്ങനെ വരുന്ന ഒരു ജനതയെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്ക് കുറ്റകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചർ നമ്മൾ ആദരിക്കുന്ന വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ അവരെ തിരുത്തേണ്ടി വരുന്നതും അവരോടുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഭാഗമായി തന്നെ കണക്കാക്കപ്പെടേണ്ടതാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KN, ശ്രീ KL മോഹൻ വർമ്മ, ശ്രീമതി AG ഒലീന, ശ്രീമതി സോണിയ ജോർജ്, ശ്രീമതി ലീല മേനോൻ ഈ ചർച്ചയുടെ ഭാഗമായി. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസരത്ത് കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.